നമ്മുടെ ഹൾക്കിൻ്റെ പവർ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേങ്കിൽ ഹൾക്കിൻ്റെ നിർമ്മാതാക്കൾക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അതൊരു വലിയ സംശയമാണ്. പക്ഷേങ്കിൽ അവർക്കും ഒരു കാലത്ത് നമ്മുടെ ഹൾക്കിൻ്റെ യഥാർത്ഥ പവർ എന്താണെന്ന് അറിയാമായിരുന്നു. കാരണം ഭൂമിയേക്കാൾ 3 മടങ്ങ് വലിപ്പമുള്ളൊരു പാറക്കല്ല് കോമിക്സിൽ ഹൾക്ക് ഒറ്റ പഞ്ചിൽ തകർത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു മല അവഞ്ചേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 5 ദിവസം എടുത്തുയർത്തിയവനാണ് നമ്മുടെ ഹൾക്ക്. ആ ഹൾക്കിൻ്റെ യഥാർത്ഥ പവറൊന്നും സിനിമയെ കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. 2003 ഇറങ്ങിയ ഹൾക്കും പിന്നെ 2008 ഇറങ്ങിയ ഇൻക്രെഡിബിൾ ഹൾക്കും പിന്നെ അവഞ്ചേഴ്സ് 1 ആ ചിറ്റോരി ആർമിയായിട്ടുള്ള ഫൈറ്റിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ സീൻ ഉണ്ടല്ലോ, ആ ഇത്രയും സീനിൽ മാത്രമേ നമ്മുടെ ഹൾക്കിൻ്റെ ശകലമെങ്കിലും പവർ മൂവീസിൽ കാണിച്ചിട്ടുള്ളൂ. ഇനി നമ്മുടെ വിഷയത്തേക്ക് വരാം. ഹൾക്ക് ബസ്റ്റർ വീസസ് ഹൾക്കിനകത്ത് ശരിക്കും ആരാണ് ശരിക്കും വിന്നറായിട്ടുള്ളത്? ഒരു സംശയമില്ല, ഞാൻ പറയും നമ്മുടെ ഹൾക്ക് തന്നെയാണ്. കാരണം ഹൾക്കിനകത്ത് പ്രത്യേകിച്ച് പവറൊന്നും കാണിച്ചിട്ടില്ല, നോർമൽ ഹൾക്കാണ്. പക്ഷേങ്കിൽ ഹൾക്ക് ബസ്റ്ററിനാണെങ്കിൽ കൂടുതൽ ടെക്നോളജി ഉള്ളതുകൊണ്ട് കൂടുതൽ വസ്തുക്കൾ നശിക്കുന്നതനുസരിച്ച് ഓരോ പാർട്സായിട്ട് വന്ന് കയറുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ ഹൾക്ക് ബസ്റ്ററിനകത്ത് ഹൾക്ക് ബസ്റ്ററിൻ്റെ മുഴുവൻ പവേഴ്സ് ഉപയോഗിച്ചിട്ട് പോലും ഹൾക്കിനൊരു പോറൽ പോലും പറ്റിയില്ല. അതിനുശേഷം ഹൾക്കാണെങ്കിൽ ഹൾക്ക് ബസ്റ്ററിൻ്റെ ഒരു കൈ പറിച്ചെടുത്ത ശേഷം ഒരു നോർമൽ ഫൈറ്റ് ആകുമ്പം ആ വേറെ കൈ വരരുത്, എന്നാലേ വിന്നറാവും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഹൾക്ക് ബസ്റ്ററിന് വേറൊരു കൈ വന്ന് കയറേണ്ട വന്നു. അതുമാത്രമല്ല, ഹൾക്കിൻ്റെ മുഖത്ത് സ്നോ അടിച്ചു ബോധം കെടുത്താൻ, എന്നിട്ടും ഹൾക്കിൻ്റെ ബോധം പോയുമില്ല. അതുമാത്രമല്ല, അതിനകത്ത് ശരിക്കും ഒന്നും പറയാനില്ല. ഹൾക്ക് ബസ്റ്ററിൻ്റെ സ്യൂട്ട് ഹൾക്ക് വലിച്ച് നശിപ്പിച്ചെടുത്തേനെ, പൂർണ്ണമായിട്ടും നശിപ്പിച്ചെടുത്തേനെ. കാരണം ഹൾക്കിൻ്റെ പവേഴ്സ് അത്രയുണ്ട്. ഹൾക്കിൻ്റെ മുഖത്ത് സ്നോ അടിച്ചു, പവേഴ്സ് ഉപയോഗിച്ചു. അതുമാത്രമല്ല, അത് ഹൾക്കിന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഹൾക്ക് ബസ്റ്ററിൻ്റെ പുറകു ഭാഗം നശിപ്പിക്കുമല്ലോ, അപ്പം വേറൊരു ഭാഗം വന്നുകൊണ്ടിരുന്നപ്പം ഹൾക്കിനത് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഹൾക്ക് ആ പാർട്ട് മുഴുവൻ ആകാശത്ത് നിന്ന് പെട്ടി പൊളിച്ചാണില്ലേ, അത് മൊത്തത്തിൽ തകർത്തത് അതുകൊണ്ടായിരിക്കാം. അതിനുശേഷം ടോണിക്ക് മനസ്സിലായി ഇനി ഹൾക്ക് പോയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞത് കൊണ്ടായിരിക്കാം ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തെറിഞ്ഞത്. എന്നിട്ട് പോലും ആ ബിൽഡിങ് തകർന്നതല്ലാതെ ഹൾക്കിന് ഒരു പോറൽ പോലും അപ്പോഴും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ പറയാം അതിന് മോൺസ്റ്റർ വീസസ് ടോണി ഒരു ഹ്യൂമനാണല്ലോ. പക്ഷേ അങ്ങനെയല്ല, ടോണി ആർമറിനുള്ളിലാണ് ഇരിക്കുന്നത്. അവിടെ ആർമർ വീസസ് ഹൾക്കാണ്, അല്ലാതെ ഹ്യൂമൻ വീസസ് ഹൾക്കല്ല. പക്ഷേ ശരിക്കും പിന്നെ ഹൾക്കല്ലേ.